ഇന്ത്യൻ റെയിൽവേയിൽ സ്വകാര്യവൽക്കരണം 2.5 ലക്ഷം കോടിയുടെ ആസ്തി വിൽക്കാൻ റെയിൽവേ. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യവൽക്കരണ പദ്ധതിക്ക് ഒരുങ്ങുകയാണ് റെയിൽവേ. 5 വർഷത്തിനകം 2.5 ലക്ഷം കോടി രൂപയുടെ ആസ്തി വിൽക്കാനാണ് പദ്ധതി. നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പദ്ധതിയുടെ 2ാം ഘട്ടമായാണ് സ്വകാര്യവൽക്കരണം. സ്റ്റേഷനുകൾ, ട്രെയിനുകൾ, ചരക്ക് ഗതാഗത സംവിധാനം തുടങ്ങിയ റെയിൽവേയുടെ ആസ്തികളിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃക നടപ്പിലാക്കാനാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതെന്ന് മന്ത്രാലയ വക്താവ് പറഞ്ഞു. സ്വകാര്യവൽക്കരണത്തിലൂടെ 5 വർഷത്തിനുള്ളിൽ 1.7 ലക്ഷം കോടി രൂപ സമാഹരിക്കാനാണ് റെയിൽവേ നേരത്തെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്യം 2.5 ലക്ഷം കോടി രൂപയായി ഉയർത്തിയിരിക്കുകയാണ്. അതായത് സ്വകാര്യവൽക്കരണ ലക്ഷ്യത്തിൽ 50% വർധനവുണ്ടായത്. സ്വകാര്യ കമ്പനികളുടെ സഹായത്തോടെ വികസിപ്പിക്കുന്ന റെയിൽവേയുടെ ആസ്തികളിൽ നിന്ന് വരുമാനം പങ്കിടാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ചരക്ക് ഗതാഗതത്തിനുള്ള റെയിൽവേയുടെ ഗതിശക്തി കാർഗോ ടെർമിനലുകൾ സ്വകാര്യവൽക്കരിച്ച് കൂടുതൽ ട്രെയിനുകൾ ഓടിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ പോലെ മറ്റു സ്റ്റേഷനുകളിലും PPP മാതൃകയിൽ വാണിജ്യ തലത്തിൽ വികസിപ്പിക്കുന്നതോടെ വരുമാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നഗരഹൃദയങ്ങളിലുള്ള റെയിൽവേയുടെ വിലയേറിയ ഭൂമിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ വാണിജ്യ ഭവന സമുച്ചയങ്ങൾ പണിയും. നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈന്റെ ആദ്യഘട്ടം നടപ്പിലാക്കിയപ്പോൾ സ്വകാര്യ ട്രെയിൻ സർവീസ് അടക്കമുള്ള പദ്ധതികൾക്ക് റെയിൽവേ താൽപര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ സ്വകാര്യവൽക്കരണ പദ്ധതി ഊർജിതമാകണമെന്ന് ഈയിടെ നടന്ന ഉന്നതതല ചർച്ചയിൽ റെയിൽവേക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.